ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണെൻ്റെ ആശ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ ഇന്ന് പെസഹ വ്യാഴാഴ്ചയായി കൊണ്ടാടുമ്പോൾ സഭ ഇന്ന് പരിശുദ്ധ കുർബാനയെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെ ഇന്ന് സഭ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അൽഫോൻസസ് ലിഗോരി ഇപ്രകാരം പറയുന്നുണ്ട്: മറ്റു കൂദാശകൾ ദൈവദാനം തരുമ്പോൾ ദിവ്യകാരുണ്യം ദൈവത്തെ തന്നെ നൽകുന്നുവെന്ന്. മറ്റ് കൂദാശകൾ ദൈവദാനം തരുമ്പോൾ പരിശുദ്ധ കുർബാന ദൈവത്തെ തന്നെ തരുന്നു. ദൈവം തന്നെയായ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിൽ അനുദിനം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പരിശുദ്ധ കുർബാനയെ അധികമായിട്ട് സ്നേഹിക്കുവാനും ആ കുർബാനയോട് ചേർന്ന് ജീവിക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. പരിശുദ്ധ കുർബാനയോട് ചുറ്റപ്പെട്ട ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ക്രൈസ്തവരായ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധ കുർബാന വിട്ട് ഒരു ജീവിതമില്ല എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. വിശുദ്ധ അൽഫോൻസസ് ലിഗോരി വീണ്ടും ഇപ്രകാരം പറയുന്നുണ്ട്: ഓ മനുഷ്യനായ ദൈവമേ, അപ്പത്തിൽ സന്നിഹിതനായ നിന്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണ്, എന്തൊരു ആനന്ദമാണ് എന്ന്. അപ്പത്തിൽ സന്നിഹിതനാകുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലായിരിക്കുമ്പോഴാണ് നമുക്ക് ആശ്വാസവും ആനന്ദവും ലഭിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആനന്ദവും ആശ്വാസവും ലഭിക്കണമെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ അരികിലേക്ക് കടന്നു വരുവാനായിട്ടും പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കുവാനായിട്ടും സ്നേഹിക്കുവാനായിട്ടും ബലിയർപ്പിക്കുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒത്തിരി വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ നാം മറ്റെങ്ങോട്ടും ഓടേണ്ടതായിട്ടില്ല. മറ്റൊരു വ്യക്തികളുടെയും അരികിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. നാം കടന്നു ചെല്ലേണ്ടത് ദിവ്യകാരുണ്യമായി നമുക്ക് ആശ്വാസവും ആനന്ദവും പകർന്നു നൽകുവാനായി കാത്തിരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ അരികിലേക്കാണ്. ആ കുർബാനയുടെ അരികിലേക്ക് വിശ്വാസത്തോടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും ദൈവം നൽകുന്ന ആശ്വാസവും ദൈവം നൽകുന്ന ആനന്ദവും നിറയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പരിശുദ്ധ കുർബാനയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക്, ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെയും നമുക്ക് ആനന്ദവും ആശ്വാസവുമായി തീരുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ജോസ് മരിയ പറയുന്നുണ്ട്: വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാത്തവൻ ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവനാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവീശോ മിശിഹായെ സ്നേഹിക്കുന്നവരുണ്ട്, എന്നാൽ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാത്തവരുമുണ്ട്. കർത്താവീശോ മിശിഹായെ സ്നേഹിക്കുന്നവൻ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുമെന്നാണ് വിശുദ്ധ ജോസ് മരിയ വ്യക്തമാക്കുന്നത്. പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്കും, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാത്ത ഒരു വ്യക്തിക്കും
ഈശോയോടും ചേർന്ന് നിൽക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് തിരുസഭ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പരിശുദ്ധ കുർബാനയോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ കുർബാനയെ നമുക്ക് സ്നേഹിക്കാം. പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് ഈശോ നൽകുന്ന ആനന്ദവും ആശ്വാസവും സമാധാനവും നമുക്ക് സ്വീകരിക്കാം. അതിനു വേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടി കുർബാനയാകുന്ന ഈശോയെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് വലിയ കൃപയൊഴുക്കണമേ. കുർബാനയായി തീർന്ന നല്ല ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വാസമായി, ആനന്ദമായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. ദിവ്യകാരുണ്യമായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ബന്ധനങ്ങളും അസ്വസ്ഥതകളും പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളും എല്ലാ രോഗപീഠകളും അകന്നു പോകട്ടെ എന്ന് നിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ദിവ്യകാരുണ്യ അഭിഷേകം സകല മക്കളുടെയും ജീവിതങ്ങളിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.